ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പല രീതിയിലുള്ള തടസ്സങ്ങളാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഈ പ്രപഞ്ചത്തിലുണ്ട്, പക്ഷെ അത് നമുക്ക് ലഭിക്കുന്നില്ല. നമുക്ക് ക്വാളിഫിക്കേഷനുണ്ട്, പക്ഷെ നല്ല ജോലി ലഭിക്കുന്നില്ല. നമുക്ക് ബിസിനസ്സുണ്ട്, പക്ഷേ പ്രോഫിറ്റ് ലഭിക്കുന്നില്ല. നമുക്ക് വാഹനമുണ്ട്, ടാക്സി വാഹനങ്ങളുണ്ട്, പക്ഷെ നല്ല ട്രിപ്പുകൾ ലഭിക്കുന്നില്ല. നമുക്ക് പണം ലഭിക്കാനായിട്ടുണ്ട്, പക്ഷെ കടം വാങ്ങിയൊരു തിരിച്ചു തരുന്നില്ല. ഇങ്ങനെ സമ്പത്തിൻ്റെ സ്രോതസ്സുകളെല്ലാം ഇങ്ങനെ ബ്ലോക്കായിട്ട് കിടക്കുന്നു. എന്നാൽ നമുക്ക് അതിൽ നിന്നൊക്കെ രക്ഷ നേടാനുള്ള ഒരു 4 മന്ത്രവുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവ് കാര്യങ്ങൾ എപ്പോഴും നടക്കണമെങ്കിൽ, നല്ല കാര്യങ്ങൾ നടക്കണമെങ്കിൽ നമ്മുടെ ചുറ്റുപാട് ഒരു പോസിറ്റീവ് ആയിരിക്കണം. പക്ഷേ ഇന്നത്തെ കാലത്ത് പോസിറ്റീവ് ചുറ്റുപാട് കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എവിടെ നോക്കിയാലും നമുക്ക് കൂടുതലും കിട്ടുന്നത് നെഗറ്റിവിറ്റിയാണ്. ഇപ്പോൾ പത്രങ്ങൾ തുറന്നാൽ, വാർത്തകൾ കേട്ടാൽ, സോഷ്യൽ മീഡിയകളിലൊക്കെ ഇത്തരം സാഹചര്യങ്ങളൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് കിട്ടാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് പോസിറ്റീവ് അഫർമേഷൻസ്, പോസിറ്റിവിറ്റി എന്നിവ കേൾക്കാൻ കഴിയുന്നൊരു ചാനലാണ്. അപ്പോൾ അതിന് ഈ ചാനൽ നിങ്ങളെ നന്നായിട്ട് സഹായിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയും അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയും ചെയ്താൽ, കാരണം നമ്മൾ ചെയ്യുന്നത് നമ്മളെ പ്രചോദിപ്പിക്കാൻ കഴിയുന്ന ജീവിത അനുഭവങ്ങളെക്കുറിച്ചും നമ്മുടെ ജീവിതത്തെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ കഴിയുന്ന യൂണിവേഴ്സിൻ്റെ ശക്തിയെ മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് പഠിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിതിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഒരിക്കലും നിങ്ങൾക്കതൊരു നഷ്ടമായി തീരുകയില്ല. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് വരാം. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്ത് കാണുക. കാരണം ഒന്നും സ്കിപ്പ് ചെയ്യരുത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇതിനകത്ത് സംസാരിക്കുന്നത് സാമ്പത്തിക ബ്ലോക്കിനുള്ള കാരണങ്ങൾ, അത് മാറാനുള്ള ആക്ഷൻ പ്ലാൻ എന്താണ് ചെയ്യുന്നത്, എങ്ങനെ നമുക്ക് സമ്പത്തിനെ അച്ചീവ് ചെയ്തെടുക്കാമെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ സാമ്പത്തിക ബ്ലോക്കിനുള്ള കാരണങ്ങൾ അറിയാതെ അത് മാറാനുള്ള കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാനുള്ള ടെക്നിക്കുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ആ കാരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു ലങ്സ് ഇഷ്യൂ ഉള്ള ഒരാൾ അതിന് വേണ്ടിയിട്ട് മരുന്ന് കഴിക്കുന്നു, അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു, അദ്ദേഹം പുകവലി, മദ്യപാനം ഇതൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്നു അല്ലേ. അപ്പോൾ എന്തെങ്കിലും വ്യത്യാസം അതിനകത്ത് ഉണ്ടാവും? ഒരു കാരണവശാലും ഉണ്ടായില്ല എന്ന് പറയുന്നത് പോലെയാണ്. അതുകൊണ്ട് എല്ലാ ഭാഗവും കൃത്യമായിട്ട് കേൾക്കുക. മണി ബ്ലോക്കിനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിൽ ഉറച്ചുപോയ ചില തെറ്റായ ചിന്തകളാണ്. ഒന്ന്, നമ്മൾ ചിന്തിക്കുന്നു, എനിക്ക് ഭാഗ്യമില്ലാത്ത ഒരാളാണ്, അതല്ലെങ്കിൽ ഈ ജന്മത്തിൽ എന്നെക്കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല, എനിക്ക് അവസരങ്ങളില്ല, ഓപ്പർച്യൂണിറ്റീസ് ഇല്ല എന്നൊക്കെ നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്നു. അത് ഒരു കാരണമാണ്. പിന്നെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചില നെഗറ്റീവ് ചിന്തകൾ, പെട്ടെന്ന് വരുന്ന ചില നെഗറ്റീവ് ചിന്തകൾ എന്തൊക്കെയാണ്? അതായത്, എനിക്ക് പല ബിസിനസ്സുകൾ ഞാൻ ചെയ്തതിലൊക്കെ പരാജയമാണ്, അതുകൊണ്ട് എനിക്ക് പരാജയം മാത്രമാണ് ഇനിയും ഉണ്ടാകാൻ സാധ്യത. അവസാന റൗണ്ടിൽ ഞാൻ ഇൻ്റർവ്യൂവിൽ പരാജയപ്പെടുന്നു. ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ എന്നെ ആരും സഹായിക്കാനില്ല, എനിക്ക് ഒരിടത്തൊന്നും സഹായം ലഭിക്കില്ല, എനിക്ക് ലാഭം ലഭിക്കില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടേ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്ന നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് പോകുന്നു. അത് മറ്റൊരു തെറ്റാണ്. അപ്പം നമുക്കിത് എങ്ങനെ ഒഴിവാക്കാം? മനസ്സിലുണ്ടായ ചില ഉറച്ച ചിന്തകളുണ്ടല്ലോ, ഉറച്ചു പോയ ചില വിശ്വാസങ്ങൾ, അത് നമ്മുടെ മനസ്സിനോട് പറയുക. ഒന്നാമത്തെ കാര്യം, മനസ്സിനോട് നമ്മൾ എന്ത് പറയാം? ഇന്നലെ വരെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു, പക്ഷേ ഇന്ന് മുതൽ ആ കാലം തീർന്നു പോയി എന്ന് നമ്മുടെ മനസ്സിനോട് പറയുക. അതാണ് ഉറച്ചു പോയ ചിന്തകളെ നമ്മുടെ മനസ്സിൽ നിന്ന് ഇറക്കി വിടാനുള്ള ഒരു മാർഗം. രണ്ടാമത്, നെഗറ്റീവ് ചിന്തകൾ മനസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതിനെ ഉപബോധ മനസ്സിലേക്ക് കടത്തിവിടാതിരിക്കുക എന്നൊക്കെയാണ്. എപ്പോഴൊക്കെയാണോ നമ്മൾ നെഗറ്റിവിറ്റി കേൾക്കുന്നത്, അപ്പോൾ തന്നെ നമ്മളെന്താ ഹൃദയത്തെ സ്പർശിച്ചുകൊണ്ട് ഡിലീറ്റ് ഇറ്റ് എന്ന് പറയുക. അത് നമ്മുടെ മനസ്സിലേക്ക് സ്റ്റോർ ചെയ്യാതെ, നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് പോകാതെ അപ്പോൾ തന്നെ നമ്മൾ ആ ചിന്തയെ ഡിലീറ്റ് ചെയ്ത് കളയുക. എന്നിട്ട് താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുക. പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വരുന്ന പണത്തെ, സമ്പത്തിനെ വേണ്ട രീതിയിൽ
പരിഗണിക്കാത്തതാണ്. നിങ്ങൾക്ക് ലഭിക്കുന്ന പണത്തെ അലക്ഷ്യമായിട്ട് ഇടാതിരിക്കുക. നിങ്ങൾ ചില വീടുകളെ നമുക്ക് കാണാൻ സാധിക്കും, നമ്മൾ മേശവിരിപ്പിൻ്റെ അടിയിലും അങ്ങനെ പല പല സ്ഥലങ്ങളിലായിട്ട് കോയിൻസ് ആണെങ്കിൽ പോലും അവിടെ ഇവിടെയൊക്കെ ആയിട്ടേക്ക് നമുക്ക് കാണാം. അങ്ങനെ ഒരു കാരണവശാലും ഇടാതിരിക്കുക. നിങ്ങൾ ഇതിനൊരു പ്രത്യേക സ്ഥാനം കണ്ടുപിടിക്കുക. ഒരു ബാഗിനകത്ത്, ചെറിയൊരു ബാഗ്, പണത്തിന് വെക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടൊരു ബാഗ് വാങ്ങിയിട്ട് അതിനകത്ത് പണം വയ്ക്കുക. പണം വയ്ക്കാൻ വേണ്ടിയിട്ട് വീട്ടിലെ ഏറ്റവും സുരക്ഷിതവും ഐശ്വര്യപൂർണ്ണമായിട്ടൊരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ പണം വയ്ക്കുക. ഓക്കെ, പണത്തെ എപ്പോഴും നോട്ടൊക്കെ മടക്കി വയ്ക്കാതെ നേരെ നിവർത്തി വയ്ക്കുക. അതിനോടൊരു ബഹുമാനം കാണിക്കുക. പണത്തെ നിങ്ങൾ ബഹുമാനിക്കുക, സ്നേഹിക്കുക. നമ്മുടെ മെമ്മറീസും ഇമോഷൻസും ഒക്കെ നമ്മുടെ ചിന്തകളെയും നമ്മുടെ പ്രവൃത്തികളെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പം നമ്മുടെ മെമ്മറീസും നമ്മുടെ ഇമോഷൻസും ഒക്കെ നെഗറ്റിവിറ്റി കലർന്നവയാണെങ്കിൽ ഇത് നമ്മുടെ പ്രവൃത്തിയെ ബാധിക്കും, നമ്മുടെ ചിന്തകളെ ബാധിക്കും. അപ്പോൾ നമുക്ക് പണത്തെ ആകർഷിക്കാനോ സമ്പത്തിനെ ആകർഷിക്കാനോ അതുപോലെ ഐശ്വര്യത്തെ, സന്തോഷത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ കഴിയാതെ വരും. എന്നാൽ നമ്മുടെ ഈ മെമ്മറീസിനെ, ബാഡ് മെമ്മറീസിനെ, നമ്മുടെ ബാഡ് ഇമോഷൻസിനെ അല്ലെങ്കിൽ നെഗറ്റീവ് ഇമോഷൻസിനെയൊക്കെ ഹീൽ ചെയ്യാനുള്ള 4 മന്ത്രങ്ങളാണ്. ഏതൊക്കെയാണ് ആ മന്ത്രങ്ങൾ എന്നറിയാമോ? I am sorry. Please forgive me. Thank you. I love you. ഇതാണ് ആ മന്ത്രങ്ങൾ. നിങ്ങളിത് നിങ്ങളുടെ മനസ്സിലേക്ക് സ്വീകരിക്കുക. ഇതിന് നമ്മൾ ഡീറ്റെയിലായിട്ട് പ്രാക്ടീസ് ഇതിൽ തന്നെ ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾ സ്വീകരിച്ചു എന്ന് യൂണിവേഴ്സിനോട് അക്സെപ്റ്റ് ചെയ്യുക. ഈ 4 സെൻറ്റൻസുകൾ മാത്രം നിങ്ങളൊന്ന് കമൻസ് ആയിട്ട് രേഖപ്പെടുത്തൂ. ലെറ്റ് ദ യൂണിവേഴ്സ് നോ ഇറ്റ്. ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. നിങ്ങളിൽ ചിലരെങ്കിലും ഇത് കേട്ടിട്ടുണ്ടോ? ഇത് ഒരു ഹീലിംഗ് ടൂളാണ്. പക്ഷേ ഇത് പറയുന്നതിനും അതിൻ്റേതായ രീതികളുണ്ട്. അത് നമ്മൾ ഫോളോ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് പൂർണ്ണമായിട്ടും അതിൻ്റെ ഫലം ലഭിക്കുന്നത്. ഐ എം സോറി എന്ന് പറയുമ്പോൾ നമുക്ക് ഹീൽ ചെയ്യാൻ അല്ലെങ്കിൽ സുഖപ്പെടുത്താനുള്ള ഒരു കൂട്ടം ചിന്തകളുണ്ട് എന്നാണ് അർത്ഥം. നമ്മുടെ മനസ്സിൽ ഉറച്ചുപോയ ചില ചിന്തകളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലേ? നമുക്ക് ഒരു കാരണവശാലും സമ്പത്ത് നേടാൻ സാധിക്കില്ല, ഇത് ഈ ജന്മത്തിൽ എനിക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല, അല്ലെങ്കിൽ എനിക്കതിനുള്ള കഴിവില്ല, എനിക്ക് ഭാഗ്യമില്ല എന്നൊക്കെ നമ്മൾ പറയുകയും ചിന്തിക്കുകയും നമ്മുടെ ബോധ മനസ്സിലേക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള ചില ചിന്തകളില്ലേ, അവയൊക്കെ സുഖപ്പെടുത്താനുള്ള ഒരു കൂട്ടം ചിന്തകളാണ് എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് പറയേണ്ട ഒരു വാചകമാണ് ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ എന്ന് പറയുമ്പോൾ ഇത്തരം തെറ്റായ ചിന്തകൾക്ക് ഞാനാണ് ഉത്തരവാദി എന്ന് നമ്മൾ സമ്മതിക്കുകയാണ്. ഇത്തരം തെറ്റായ വിശ്വാസങ്ങൾക്ക് ഞാനാണ് ഉത്തരവാദി, അതിന് എന്നോട് ക്ഷമിക്കുക, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു. ആ ചിന്തകളെല്ലാം എന്നിൽ നിന്ന് എടുത്തു മാറ്റിയതിന്, എന്നെ ഹീൽ ചെയ്തതിന് നന്ദി, എനിക്ക് തന്ന ട്രാൻസ്ഫോർമേഷന് നന്ദി, ഐ ലവ് യു. ഇത്രയും നല്ല ചിന്തകളെ എൻ്റെ ഉള്ളിലേക്ക് നിറയ്ക്കാൻ സാധിച്ചതിന്, എൻ്റെ ജീവിതത്തിലേക്ക് പുരോഗതി കൊണ്ടുവരാൻ ആവശ്യമായ ചിന്തകളെ തന്നതിന്, അതിനെതിരായി നിൽക്കുന്ന ചിന്തകളെ മാറ്റിയതിന് യൂണിവേഴ്സിനെ ഞാൻ സ്നേഹിക്കുന്നു. ഐ ലവ് യു, ഐ ലവ് ഡിവൈൻ എനർജി എന്നാണ് ഇതിൽ നമ്മൾ മീൻ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നത്? ഇനി അടുത്തത് സിമ്പിൾ പ്രാക്ടീസാണ്. ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കഴിയുമെങ്കിൽ നിങ്ങൾ ഹെഡ്ഫോൺ ഉപയോഗിച്ച് നമ്മുടെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടാതിരിക്കും. പിന്നെ ഇത് നമ്മൾ ചെയ്യേണ്ടത് രാവിലെയും വൈകുന്നേരവുമാണ്, രാവിലെയും വൈകിട്ടും. ഇതിനു വേണ്ടിയിട്ട് ഒരിടത്ത് ശാന്തമായിട്ടിരിക്കുകയോ കിടക്കുകയോ ആകാം. സാവധാനം ശ്വാസം എടുക്കുക, ഒരു കൈ നെഞ്ചിലായിട്ട് വയ്ക്കുക, ഫീൽ ദ ബ്രീത്ത്. ശാന്തതയെ ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് സംശയത്തെ, വറീസിനെ പുറത്തേക്ക് വിടുക. കുറച്ചു നേരം നിങ്ങളുടെ ആ ബ്രീത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക, അത് ഫീൽ ചെയ്യുക. പറഞ്ഞു തുടങ്ങുക. വെൽക്കം മൈ ഡിയർ സോൾ,
നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ ഉയർച്ചയ്ക്ക് തടസ്സമാകുന്ന എല്ലാ കാരണങ്ങളെയും തുടച്ചു നീക്കിയും സുഖപ്പെടുത്തിയും വിജയകരമായ ഒരു സാമ്പത്തിക സ്ഥിതിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പോവുകയാണ്. നീ ഇപ്പോൾ കേൾക്കാൻ പോകുന്നത് ഇതെല്ലാം സാധ്യമാക്കി തരുന്ന 4 മന്ത്രങ്ങളാണ്. അത് നിന്റെ മനസ്സിലേക്ക്, ഉപബോധ മനസ്സിലേക്ക് കടത്തിവിടുക. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ലിസൺ, ഫീൽ ദ റൈസ് ആൻഡ് ഫാൾ ഓഫ് യുവർ ബ്രീത്ത്. നിങ്ങളുടെ ഹൃദയം ഉയരുന്നതും താഴുന്നതും സാവധാനം ശ്രദ്ധിച്ചുകൊണ്ട് സമാധാനത്തെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുക. വിശ്വാസത്തെ ഉള്ളിലേക്ക് സ്വീകരിക്കുക. അവിശ്വാസത്തെ, സ്ട്രെസ്സിനെ, ആങ്സൈറ്റിയെ പുറത്തേക്ക് വിടുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഞാൻ എൻ്റെ ചിന്തകളെ ശുദ്ധീകരിക്കുന്നു. എൻ്റെ ഹൃദയത്തെ, ജീവിതത്തെ സമ്പത്തും സമാധാനവും കൊണ്ട് നിറയ്ക്കുന്നു. ഐ എം സോറി. ഈ വേദനകളെല്ലാം ഞാൻ ഉള്ളിൽ സൂക്ഷിച്ചതിന്, സമ്പത്തിനെക്കുറിച്ച് തെറ്റായ ചിന്തകൾ സൂക്ഷിച്ചതിന്, ഞാൻ എന്നെ തന്നെ ഒന്നിനും കൊള്ളാത്തവളായി ചിന്തിച്ചതിന്, മറ്റുള്ളവർ എൻ്റെ വളർച്ചയ്ക്ക് തടസ്സമാണെന്ന് ചിന്തിച്ചതിന്. ഐ എം സോറി. പ്ലീസ് ഫോർഗീവ് മീ. എൻ്റെ തെറ്റായ ചിന്തകൾ ക്ഷമിക്കണമേ. എൻ്റെ തെറ്റായ പ്രവർത്തനങ്ങൾ, മനസ്സിൽ നിറയ്ക്കാൻ പാടില്ലായിരുന്ന നെഗറ്റീവ് ചിന്തകൾ, ഇവയെല്ലാം മാറ്റി എന്നെ പുതിയൊരു മനുഷ്യനാക്കി തീർക്കണമേ. പ്ലീസ് ഫോർഗീവ് മീ. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു ഡിവൈൻ എനർജി. ഈ നിമിഷം എന്നെ കെട്ടിവെച്ചിരുന്ന ചിന്തകളെ, സാമ്പത്തിക തടസ്സങ്ങളെ നീക്കിയതിന്, എനിക്ക് ആ ഫീൽ കൊണ്ടുവന്നതിന്, എനിക്ക് സാമ്പത്തിക ഉന്നമനത്തിലേക്കുള്ള ഒരു അവസരം കൂടി തന്നതിന് താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു ഡിവൈൻ എനർജി. താങ്ക് യു. ഐ ലവ് യു. എനിക്ക് ഈ ഒരു അവസരം ലഭിച്ചതിനാൽ, പുതിയൊരു സമൃദ്ധിയുടെ ലോകം എനിക്ക് തുറന്നു തന്നതിന് ഐ ലവ് യു യൂണിവേഴ്സ്. I love you, divine energy. I love my body, my soul. I love the abundance I'm creating. I love the happiest life that I am creating. താങ്ക് യു. എനിക്ക് ഈ തിരിച്ചറിവ് തന്നതിന്, എന്നെ രൂപാന്തരപ്പെടുത്തിയതിന്. ഐ ലവ് യു യൂണിവേഴ്സ്. I love my life, my journey, my success, my future, my wealth, my abundance. I choose love, abundance, wealth, forgiveness. I choose peace. You are healed. You are blessed. You are free. Gently open your eyes. Thank you, universe. Thank you, universe. Thank you, universe. ഇത് രാവിലെയും വൈകുന്നേരവും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. 2ാമത്തെ പ്രാവശ്യം മുതൽ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഈ പ്രാക്ടീസ് തൊട്ട് കേട്ടാൽ മതി. നമുക്ക് ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാം. കുറഞ്ഞത് 21 ദിവസമാണ് വേണ്ടത്. നിങ്ങൾ രാവിലെയും വൈകുന്നേരവും ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്തും ഉറങ്ങാൻ പോകുന്ന സമയത്തും ഇത് ഹെഡ്ഫോൺ ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യുക, കേൾക്കുക, അതോടൊപ്പം പ്രാക്ടീസ് ചെയ്യുക.
കുറഞ്ഞത് 21 ദിവസം. നിങ്ങൾക്ക് അതിനുള്ളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒരു ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളുടെ സൈൻ കണ്ടു തുടങ്ങും. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ രണ്ടാമത് തൊട്ട് കേൾക്കുമ്പോൾ ഈ പ്രാക്ടീസ് ചെയ്യുന്ന ഭാഗം തൊട്ട് നിങ്ങൾ കേട്ടാൽ മതി. ഇത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക. ഈ പ്രാക്ടീസ് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക. നെഗറ്റീവ് ചിന്തകളെ ഡിലീറ്റ് ചെയ്യാനും മറക്കരുത്. ബ്ലെസ് യു ഓൾ. താങ്ക് യു.